നമ്മൾ എപ്പോഴാണോ അസ്വസ്ഥമാകുന്നത്, എപ്പോഴാണോ സമസ്യകൾ നമ്മുടെ ജീവിതത്തിൽ നിഴലായി വന്ന് നിറയുന്നത്, എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ ദുഃഖഭാരമുണ്ടാകുന്നത്, അപ്പോൾ ആ ദുഃഖത്തിൻ്റെ കാരണം ആരോപിക്കുവാനായി നാം നമ്മുടെ ചുറ്റുപാടും ഒരു തിരച്ചിൽ നടത്തുവാറുണ്ട്. നമ്മളുമായി വളരെ അടുത്തിടപഴകുന്നവരും അധികം പ്രതികരിക്കാത്തവരുമായ ആരുടെയെങ്കിലും മേൽ ആ ദുഃഖത്തിൻ്റെ കുറ്റം ആരോപിച്ച് രസിക്കുന്നവരുമുണ്ട്. എന്നാൽ ചില പ്രശ്നങ്ങൾക്ക് ആരുടെ മേലും കുറ്റാരോപണം നടത്തുവാൻ സാധിക്കാതെ വരുമ്പോൾ മനുഷ്യർ ആ കുറ്റം ഈശ്വരൻ്റെ മേൽ ആരോപിക്കുന്നത് പതിവാണ്. എന്നാൽ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ മനസ്സിന് ദുഃഖമുണ്ടാകുന്നത്? ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. ചെറുതും വലുതുമായി നാം നിത്യേന ചെയ്യുന്ന പാപങ്ങളുടെ അളവ് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെയും അപ്പുറമായതിൻ്റെ ലക്ഷണമാണ് മാനസിക വ്യഥകളെല്ലാം. അല്ലെങ്കിൽ നമ്മുടെ തന്നെ മനസ്സിൻ്റെ ഉള്ളിലെ അഴുക്കിനെ കണ്ട് നമ്മുടെ മനസാക്ഷി വിലപിക്കുന്നതാണ് നമ്മുടെ ദുഃഖങ്ങളെല്ലാം. അതിനാൽ ദുഃഖങ്ങൾക്ക് കാരണം തേടി ആരും എവിടെയും സഞ്ചരിക്കേണ്ടതില്ല. സ്വന്തം ഉള്ളിലേക്ക് തന്നെ ഒരു പ്രയാണം നടത്തിയാൽ മതിയാകും.